നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റുള്ള രാജ്യങ്ങളിൽ ഇരുന്ന് ഇന്ത്യക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഭീഷണികൾ മുഴക്കുന്നവരെ ഇന്ത്യ നോട്ടമിട്ടിട്ടുണ്ട്. പലപ്പോഴും വളരെ വർഗീയത അടക്കം പരത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ആരോപണങ്ങളും ആഹ്വാനങ്ങളുമാണ് പല ഭീകരരും മറ്റുള്ള രാജ്യങ്ങളിൽ വളരെ സുരക്ഷിതമായിരുന്നിട്ട് വീഡിയോകളിലൂടെയൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ പ്രചരിപ്പിക്കാറുള്ളത്. ഇപ്പോഴിതാ ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പവിത്തർ സിംഗ് ബട്ടാലയും മറ്റ് 7 ഖലിസ്ഥാൻ ഭീകരരും അറസ്റ്റിലായിരിക്കുകയാണ്. യുഎസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥരാണ് ഇവരെ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിലായ 8 ഖാലിസ്ഥാനി ഭീകരരിൽ പവിത്തർ സിംഗ് ബട്ടാലയും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പഞ്ചാബിലെ ഒരു ഗുണ്ടാ സംഘമാണ് ഇയാൾ. നിരോധിത ഭീകര സംഘടനയായ ബബ്ബർ ഗൽസ ഇന്റർനാഷണലിന്റെ നിർദ്ദേശപ്രകാരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതിന് NIA തിരയുന്ന ആളാണ് ബട്ടാല. ബട്ടാലയ്ക്കെതിരെ ഭീകരവിരുദ്ധ ഏജൻസിയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നോട്ടമിട്ട പവിത്തർ സിംഗ് ബട്ട്ലയാണ് FBIയുടെ പിടിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. അമേരിക്കയിലാണ് ഇയാളുടെ സ്ഥിരതാമസം. പഞ്ചാബിൽ നിന്നുള്ള അധോലോക നേതാവാണ് പവിത്തർ. നിരോധിത ഭീകരവാദ സംഘടനയായ ബാബർ ഗൽസ ഇന്റർനാഷണലിൽ ഒരംഗമാണ്. നിരവധി ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് NIA തിരഞ്ഞുകൊണ്ടിരുന്ന പ്രതിയാണ് പവിത്തർ. ഇയാൾക്കൊപ്പം അറസ്റ്റിലായവരും സ്ഥിരം കുറ്റവാളികളാണ്. ദിൽപ്രീത് സിംഗ്, അർഷ്പ്രീത് സിംഗ്, അമൃത്പാൽ സിംഗ്, വിശാൽ, പവിത്തർ സിംഗ്, ഗുർതാജ് സിംഗ്, മൻപ്രീത് രൺധാവ, സരബ്ജിത് സിംഗ് എന്നിവരെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ അനുസരിച്ച് അറസ്റ്റിലായ എല്ലാ പ്രതികളും ഗുണ്ടാ ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ടവരാണ്. തെരച്ചിലിനിടെ അറസ്റ്റിലായ ഭീകരരിൽ നിന്ന് FBI 5 ഹാൻഡ് ഗണ്ണുകളും ഒരു അസോൾട്ട് റൈഫിൾ, 100 കണക്കിന് റൗണ്ട് വെടിയുണ്ടകൾ, മാഗസീനുകൾ, $15,000 പണം എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, തെറ്റായി തടങ്കലിൽ വയ്ക്കുക, സാക്ഷിയെ ഭീഷണിപ്പെടുത്തൽ, സെമി ഓട്ടോമാറ്റിക് തോക്കുപയോഗിച്ചുള്ള ആക്രമണം, ക്രിമിനൽ ഭീഷണി എന്നിവയുൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ചുമത്തി എല്ലാ പ്രതികളെയും സാൻ ജോക്കിൻ കൗണ്ടി ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. കുറ്റവാളികളെയെല്ലാം കോടതിയിൽ ഹാജരാക്കിയ ശേഷം സാൻ ജോക്കിൻ കൗണ്ടി ജയിലിലേക്ക് മാറ്റി. ഒരു മെഷീൻ ഗൺ, രജിസ്റ്റർ ചെയ്യലാത്ത വെടിയുണ്ട നിറച്ച ഹാൻഡ് ഗൺ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ വെടിക്കോപ്പുകൾ എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. 13 ലക്ഷത്തോളം രൂപ പതിക്കുന്ന ഡോളറും പ്രതികളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. തോക്കുകളിൽ ഉപയോഗിക്കുന്ന ഉയർന്ന ശേഷിയുള്ള മാഗസീനുകളും ഷോർട്ട് ബാരൽ റൈഫിളുകളും നിയമവിരുദ്ധമായി നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും പ്രതികൾക്ക് മേൽ ചുമത്തി. നിരോധിത ഭീകര സംഘടനയായ BKI അതായത് ബബ്ബർ ഗൽസ ഇന്റർനാഷണലിന്റെ നിർദ്ദേശപ്രകാരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ബട്ടാലയെ തിരയുന്നത്. ബട്ടാലയ്ക്കെതിരെ ഭീകരവിരുദ്ധ ഏജൻസിയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ചതിന് ശേഷം അവർ അമേരിക്കയിൽ മാത്രമല്ല പഞ്ചാബിലും തുടർച്ചയായി കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഗോൾഡി ബ്രാർ, അൻമോൾ ബിഷ്ണോയ്, രോഹിത് ഗോധാര തുടങ്ങിയ നിരവധി വലിയ ഗുണ്ടാ സംഘങ്ങളുടെയും തീവ്രവാദികളുടെയും പുതിയ ഒളിത്താവളമായി അമേരിക്ക മാറിയിരിക്കുന്നു. ഈ ഗുണ്ടാ സംഘങ്ങൾ നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിക്കുന്നു. ഇന്ത്യയിലെ നിയമ നടപടികളിൽ നിന്നും സാധ്യമായ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഗുണ്ടാ സംഘങ്ങൾ US രക്ഷപ്പെടുകയാണ്. അതിനുശേഷം അവിടെ സുരക്ഷിതമായി ജീവിക്കുന്നു. ഇതിനിടയിൽ അവിടെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങളും ഈ സംഘം അവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്.